പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. ഞങ്ങൾ ഹിമാലയം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ കർദുങ്കല പാസിലായിരുന്നു. 18,000 അടി സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലുള്ള ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ പാസ്സായ കർദുങ്കല പാസിൽ ഞങ്ങൾ ഇന്നലെ രാത്രി അവിടെ ചിലവഴിച്ചു. അതൊരു ഭയങ്കരമായിട്ടുള്ള അനുഭവമായിരുന്നു. രാത്രിയുടെ ഹിമാലയൻ അനുഭവം. ഏതായാലും അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ പതുക്കെ നുബ്ര വാലിയിലേക്ക്, ഭൂമിയിലെ ഏറ്റവും മനോഹരമായ താഴ്വാരങ്ങളിലൊന്നാണ്, പൂക്കളുടെ താഴ്വാരം എന്നറിയപ്പെടുന്ന എൽ ദുമ്ര എന്ന നുബ്ര വാലിയിലേക്ക് ഏകദേശം 110 കിലോമീറ്റർ ഞങ്ങളിനി യാത്ര ചെയ്യണം. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. 110 കിലോമീറ്റർ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ഇതൊക്കെ കിടക്കണം. ഐസിൻ്റെ സ്വർഗത്തിലൂടെയാണ് ഈ യാത്ര. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ് പ്രിയപ്പെട്ടവരെ. അത്രയും എക്സ്പെർട്ടായിട്ടുള്ള ഡ്രൈവേഴ്സിന് മാത്രമേ ഈ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ ഏത് സമയത്തും സ്റ്റോൺ ഷൂട്ടിംഗ് ഉണ്ടാവും. പിന്നെ അവലാഞ്ച് ഏത് സമയത്തും സംഭവിക്കാം. എന്ന് വെച്ചാൽ അറിയാൽ, അവലാഞ്ച് എന്ന് പറഞ്ഞാൽ ഐസ് ഒന്നായിട്ട് മുകളിൽ നിന്ന് ഒരു മല ഒന്നായിട്ട് താഴോട്ട് വരും. അപ്പോൾ അതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒന്നും രക്ഷയൊന്നുമില്ല, ആൾ പോയി, അത്ര തന്നെ. പക്ഷേ ഡെഡ് ബോഡി ചെയ്യാതെ കിടക്കും, ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ തന്നെ കിടക്കും. ഓക്കെ. പിന്നെ ലാൻഡ് സ്ലൈഡിങ്ങുകൾക്ക് സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര സ്ലിപ്പറിയാണ് ഇവിടെ. കാരണം ഈ ചില ടാങ്കർ ലോറികളും ഒക്കെ പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഈ ഓയിൽ ലീക്കേജ് ഉണ്ടാവുമല്ലോ, അത് പക്ഷേ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെറിയൊരു അശ്രദ്ധ മതി. 1000 അടി അല്ലെങ്കിൽ 1500 അടി 800 അടിയൊക്കെ താഴ്ചയിലേക്ക് ആയിരിക്കും നമ്മൾ പോവുക. നമ്മുടെ വണ്ടിയും റിക്കവർ ചെയ്യാൻ പറ്റില്ല, ബോഡിയും റിക്കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ സമാധിയാവും. അങ്ങനെ സമാധിയായ പല ട്രക്കുകളെ, ഈവൻ മിലിറ്ററി ട്രക്കുകൾ പോലും ഞങ്ങൾക്ക് കാണാൻ ഇടയായി. ചില ജീപ്പുകൾ, കാറുകളൊക്കെ അങ്ങനെ നമ്മൾ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ വളരെ താഴ്ചയിൽ അതിങ്ങനെ കിടക്കുകയാണ്. അവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്, ഐസിൽ പുതച്ചിങ്ങനെ കിടക്കുകയാണ്. ഏതായാലും ചായ, കാവ കുടിക്കാൻ ഒരു ചെറിയ ചായക്കട ഞങ്ങൾക്ക് കിട്ടി. അതൊരു ഭാഗ്യമാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഹെർബൽ ടീ, ഹിമാലയൻ ഹെർബൽ ടീ, ഹെർബൽ കാവ എന്താണ് എൻ്റെ അമ്മോ. അപ്പോൾ നമ്മുടെ സുഹൃത്താണ് കേട്ടോ കൂടുതലുള്ള ആളൊക്കെ ഇങ്ങനെ ഐസായിട്ടിരിക്കുകയാണ് വിറങ്ങലിച്ചിട്ട്. ഏതായാലും ഞങ്ങൾ ഈ കാവ ഒന്ന് കുടിച്ചപ്പോൾ ആ തണുപ്പിന് ഒന്ന് ചൂടാക്കി ബോഡിയെ. കാരണം ഇത് ശരിക്കും ഹിമാലയൻ ഹെർബൽസാണ്. വളരെ വളരെ ആരോഗ്യദായകമാണ് ഈ കാവ. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു, ഒന്ന് ചൂടാക്കാൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഒരു മിലിറ്ററി ട്രക്ക് നിർത്തിയിട്ടുണ്ട്. ആ ഡ്രൈവറോട് ചോദിച്ചു ഞങ്ങൾ. ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ പോയ ഒരു ചെറിയ കട കാണും, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ കാവ കിട്ടുന്നു. ഏതായാലും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഞങ്ങൾ കാവ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ നിന്ന് അങ്ങോട്ട് കാലാവസ്ഥയിൽ, ജിയോഗ്രാഫിയിലുണ്ടായ മാറ്റം കണ്ടോ. കാരണം ഇനി നുബ്ര താഴ്വരയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഡ്രൈ ആയി തുടങ്ങി, മലകളൊക്കെ ഡ്രൈ ആയി, ഐസില്ല. അങ്ങനെ നമ്മൾ ഇനി കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ അതിമനോഹരമായ നുബ്ര വാലിയിലെത്തും. അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, പ്രിയപ്പെട്ടവരെ, ഇത് നുബ്ര താഴ്വാരം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ അറിയണം. ഒരു യാത്ര ചെയ്യുമ്പോൾ ആ ഭൂപ്രദേശങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ അറിയണ്ടേ. എന്ന് വെച്ചാൽ നുബ്ര നദിയും സിയാച്ചിൻ നദിയുമായിട്ട് ഈ ഏരിയയിൽ വെച്ച് കണ്ടുമുട്ടുകയും അവർ അഗാധമായ പ്രണയത്തിലാവുകയും അങ്ങനെ അവർ തീരുമാനിച്ചു നമ്മളിനി രണ്ടായിട്ട് അറിയപ്പെടേണ്ട, ഒന്നായിട്ട് അറിയപ്പെടാമെന്ന്. അങ്ങനെ അവർ ഒന്നായി. ആ വലതുവശത്തെ കാരക്കോറം മലനിരകളും ഇടതുവശത്തെ ലഡാക്കൻ മലനിരകളും ആണ് അവർക്ക് അവരുടെ അപ്പുറത്തും ഇപ്പുറത്തും. വലതുവശത്ത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന കാരക്കോറം മലനിരകളുടെ ഒരു നിര, ഇപ്പുറത്ത് ലഡാക്ക് മലനിരകളുടെ ഒരു നിര. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഈ പ്രണയിതാക്കൾ അവർ ഒന്നായി വളരെ ഉന്മാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി പരന്ന് ഒഴുകണവർ. എൻ്റെ അമ്മ, അതൊരൊഴുക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ സമ്മർ തുടങ്ങുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഐസ് മുഴുവൻ ഉരുകിയിട്ട് ഈ നദി ഇങ്ങനെ ഒഴുകും. അപ്പോൾ അവരുടെ വിശ്വരൂപം നമുക്ക് അപ്പോൾ കാണാം. അത് കഴിഞ്ഞ് സമ്മർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഈ പ്രണയിതാക്കൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. അവർ ഈ പ്രപഞ്ചത്തിലേക്ക് അങ്ങോട്ട് ലയിക്കും.
ഈ പ്രണയത്തിൻ്റെ അവസാനം അതാണല്ലോ ഉണ്ടാവല്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതെ, ആ അവസ്ഥയിലേക്ക് അവർ ഒന്നായി ഇല്ലാതാവും. അപ്പം നമ്മൾ കാണുന്നത് വെറും മരുഭൂമിയാണ്. അവരൊഴുകിയ ആ ഭൂപ്രദേശം മുഴുവനും രണ്ട് മലനിരകൾക്കിടയിൽ വിശാലമായ ഒരു മരുഭൂമിയാണ് പിന്നുണ്ടാവുക. അങ്ങനെ 1-2 മാസമൊക്കെ കഴിഞ്ഞ് ഐസ് വീഴാൻ തുടങ്ങും. വിൻ്റർ വരും. വിൻ്റർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ഒരു അന്റാർട്ടിക്ക കാണാൻ അങ്ങോട്ട് പോകേണ്ട അവിടെ വന്നാൽ മതി. നുബ്ര ഒരു അന്റാർട്ടിക്കയായിട്ട് മാറിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കാണണ്ടേ? പ്രിയപ്പെട്ടവരെ, സ്നേഹക്കൂടിന് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ നശ്വരമായ ഒരു ചെറിയ സമയമാണ്. അത് നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നിടത്താണ് ജീവിതം അർത്ഥവത്താകുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇങ്ങനെ വ്യവഹാരങ്ങളിൽ ഇടപെട്ടിട്ട് ടെൻഷനിലാണ് മനുഷ്യരൊക്കെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യും. യാത്രയിലൂടെ 1-2 ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. യാത്ര അത് കണ്ടോ, ഈ മേഘവിസ്ഫോടനങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടേക്കാണ് അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ നുബ്ര വാലിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അത് ധാരാളം ഡെസേർട്ട് സ്കൂട്ടറുകളുണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യാത്ര എന്ന് പറയുന്നത് നമ്മളെ തണുത്തുറഞ്ഞ് പാറ പോലെ കിടക്കുന്ന നമ്മളെ അതൊരു അരുവിയാക്കി, നദിയാക്കി, വിശാലമായി അനന്തമായി പരന്നൊഴുകാൻ നമ്മളെ പ്രാപ്തരാക്കും. നമ്മൾ ഒഴുകണം. വി ഹാവ് ടു ഫ്ലോ ലൈക്ക് എ സ്ട്രീം. അതാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒഴുകാതിരുന്നാൽ, അനങ്ങാതിരുന്നാൽ നമ്മളൊരു കടുത്ത കട്ടി കൂടിയ പാറയായിട്ട് നമ്മുടെ ജീവിതം അവസാനിക്കും. അപ്പോൾ ഡെസേർട്ട് ഹിമാലയ അഡ്വഞ്ചർ പാർക്കിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ബാഗ് മിൽഖ ബാഗ് ഫിലിം മേക്കിംഗ് പോയിൻ്റാണ്. ബാഗ് മിൽഖ ബാഗ് എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ ഹിന്ദി ഫിലിം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. മുഴുവനായിട്ടും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബാഗ് മിൽഖ സിംഗിൻ്റെ കഥയാണ്. ഓടു മിൽഖ ഓടു, ആ പോസ്റ്റാണ് ആ ഇതിലുള്ളത് കേട്ടോ. അഡ്വർടൈസ്മെൻറ്റിൽ ആ പോസ്റ്റ് ഉണ്ട്. ബാഗ് മിൽഖ ബാഗ് എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത് ഈ പോയിന്റിൽ വെച്ചാണ് കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, നുബ്രയിൽ. അത് കണ്ടോ നിങ്ങൾ? നുബ്ര വാലിയിൽ നിന്ന് നമുക്കിങ്ങനെ കാണുന്ന കാരക്കോറം മലനിരകൾ, വലതുവശത്ത് ഇടതുവശത്ത് ലഡാക്കൻ മലനിരകൾ, അതിൻ്റെ നടുവ് ഇതെല്ലാം നദിയാണ്. ഈ കാണുന്ന മരുഭൂമി മുഴുവൻ നദിയാണ്. അപ്പോൾ ഈ നദിയുടെ വീതിയും അതിൻ്റെ വിസ്തീർണവും ഒക്കെ എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ത്യയിൽ ജനിച്ചു എന്നത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. സാരേ ജഹാൻ സെ അച്ഛ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് നിന്നും തൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ചോദിച്ചത്രേ, നിങ്ങൾ മുകളിൽ നിന്നും നോക്കിയപ്പോൾ ഇന്ത്യ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി സാരേ ജഹാൻ സെ അച്ഛ എന്നാണ്. അല്ലാമ ഇക്ബാലിൻ്റെ വിസ്തൃതമായ വരികൾ അദ്ദേഹം ഉദ്ധരിച്ചത്രേ. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് എൻ്റെ ഭാരതം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാരതം ഭൂമിയിലെ ഏറ്റവും മനോഹരമാണ്. നിങ്ങൾക്ക് 10 മനുഷ്യായുസ് വേണം ഇത് മുഴുവനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഹിമാലയം എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ഒരായുസ് പോരാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏതായാലും ഞാൻ എൻ്റെ വണ്ടി അങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ഇനിയും അങ്ങോട്ട് പോവും. ഇപ്പം പലതവണ പോയി കഴിഞ്ഞു, ഇനിയും പോവും. എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഹിമാലയ മഞ്ഞ് പെയ്യുന്ന ഏതെങ്കിലും ഒരു ദിവസം ഹിമാലയ സാനുക്കളിൽ ഞാൻ ഇല്ലാതാവുക, മരിക്കുക, അവിടെ വെച്ച് ജീവൻ വെടിയുക. സ്വയം എന്നുവെച്ചാൽ ആത്മഹത്യയല്ല കേട്ടോ, അവിടെ വെച്ച് എൻ്റെ ജീവൻ വെടിയുക. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം. നമ്മൾ ആ ആഗ്രഹത്തിലേക്ക് തീവ്രമായി പരിശ്രമിച്ചാൽ അത് നടക്കും. ഏതായാലും അതിനകത്ത് എനിക്ക് ഈ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യ, അത് കഴിഞ്ഞിട്ട് പുറത്ത് ആസ്വദിക്കണം. ഓക്കെ, പിന്നെ യാത്ര ചെയ്യാൻ കോടീശ്വരനാവണം, ലക്ഷാധിപതി ആവണം എന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്, വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരൻ, സാധാരണ ഒരു പാവപ്പെട്ട ഒരു സോൾജറുടെ മകനാണ്, പട്ടാളക്കാരൻ്റെ മകനാണ്. പക്ഷേ എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ എൻ്റെ അത്ത ഈ ലഡാക്കിൽ സർവീസ് ചെയ്യുന്ന സമയത്ത്, പാക് ബോർഡറിൽ സിയാച്ചിനിലും ലഡാക്കിലുമൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരും. ഈ ഐസിലിങ്ങനെ കിടന്നിട്ടുള്ള വിവിധതരം ഫോട്ടോസ്. അന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ആഗ്രഹമാണ് ഈ മഞ്ഞുമലകളൊക്കെ കാണണമെന്ന്. ഇതാ കണ്ടോ, ഞാനിപ്പോൾ ഡെസേർട്ട് സ്കൂട്ടറിൽ ചീറിപ്പായാണ് കേട്ടോ. വാവ്, എന്ത് രസമാണെന്നറിയാം. പോണ പോക്ക് കണ്ടോ നിങ്ങൾ മരുഭൂമിയിൽ? വാവ് വാവ് വാവ്, ഇറ്റ്സ് റിയലി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെസേർട്ടാണിത്. കാരണം വേനലിൽ ഇതൊരു മരുഭൂമിയാണ്.
നിങ്ങൾ ഈ നദിയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഈ നുബ്രയും സിയാച്ചിൻ നദിയും കൂടെ ഒരുമിച്ച് ഒന്നായി അദ്വൈതമായി പ്രണയിതാക്കളായി അവരിങ്ങനെ ഒഴുകുന്ന പ്രദേശമാണത്. അപ്പോൾ ഇതിൻ്റെ വീതി എത്രയായിരിക്കും? അപ്പോൾ അവരുടെ വിശ്വരൂപം കാണണമെങ്കിൽ സമ്മർ തുടങ്ങി നന്നായിട്ട് വെയിലടിച്ച് ഗ്ലേസിയേഴ്സൊക്കെ ഉരുകുമല്ലോ, മഞ്ഞുരുകുന്ന സമയത്താണ്. അവർ മയങ്ങിക്കിടക്കുന്നത് കാണണമെങ്കിൽ വിൻ്ററിൽ വരണം. അത് അന്റാർട്ടിക്ക പോലെ ഉണ്ടാവും. പിന്നെ അവർ മരുഭൂമിയായി മാറുന്നത് കാണാൻ നിങ്ങൾ സമ്മറിൻ്റെ ഏറ്റവും പീക്കിൽ നിങ്ങൾ വന്നാൽ ഇത് കാണാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ ഒരു മൈത്രേയ സ്റ്റാച്യു ഉണ്ട്. 33 മീറ്ററാണത്. മൈത്രേയ ബുദ്ധൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാച്യു. അത് പാകിസ്ഥാനിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സ്റ്റാച്യു ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നി മൈത്രേയ ബുദ്ധൻ പാകിസ്ഥാനോട് പറയുകയാണ് സമാധാനം 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 എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതം മനോഹരമായ ഈ ജീവിതം സമാധാനത്തോടെ ഇതുണ്ടോ, ആ പർവ്വതങ്ങളിലൊക്കെ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന കാർമേഘത്തിൻ്റെ കൂട്ടങ്ങൾ, അത് ഏത് സമയം മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണത്. മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ, അത് ഹിമാലയ സാനുക്കളിലാണ് അത് ഉണ്ടാവുക ഏറ്റവും കൂടുതൽ. എന്ന് വെച്ചാൽ ഒരു സമുദ്രം പെട്ടെന്ന് ഭൂമിയിലോട്ട് വീഴുക, മഴയല്ല, സമുദ്രം. അപ്പോൾ ഞാൻ എൻ്റെ നുബ്ര യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ തടാകമെന്നറിയപ്പെടുന്ന പാങ്കോങ്ങിലെ നീല തടാകത്തിലേക്ക് ഞാനിവിടെ നിന്നും എൻ്റെ യാത്ര തുടരും. ചൈനയുമായി ബോർഡർ ചെയ്യുന്ന പാങ്കോങ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളത് കാണണം. പാങ്കോങ് തടാകം നുബ്ര വാലി പോലെ തന്നെ അതിമനോഹരമായ ഒരു ദൃശ്യാനുഭവമാണ് പാങ്കോങ്. അങ്ങനെ പാങ്കോങ്ങും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അത് അടുത്ത വീഡിയോ ഉടനെ പ്രതീക്ഷിക്കുക. നമുക്ക് പാങ്കോങ് തടാകം കാണാം. ഏതായാലും നുബ്ര നിങ്ങളിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞു.